ഓ ബൈ മൈസൂർ. എല്ലാ ഡാമിലുള്ള പോലെ തന്നെ അതായത് നാക്കാം. ഈ മൃഗത്തിന്റെ ഉണ്ട വായിലാണ്. ഇത് ഡേ 2 ആണ്. നമ്മളിപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇവിടെ നിന്ന് മൈസൂരിൽ നിന്ന് ഇറങ്ങിയാണ്. നേരെ കൂർഗിലോട്ടാണ്. ഇവിടെ നിന്ന് ഏകദേശം 92-100 കിലോമീറ്റർ അടുപ്പിച്ച് വരും. കൂർഗിൽ എന്തോ ഡാമടാ മറന്ന് അവിടെ തീർച്ചയായിട്ടും പറഞ്ഞു തരാം. പേര് കറക്റ്റായിട്ട് പറഞ്ഞു തരാം. അത് ഞാൻ ഫുഡ് ബാക്കിയുള്ള എല്ലാവരും ഇറങ്ങി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ഇറങ്ങി താമസിച്ചു. കുറച്ച് ഉറക്കം താമസിച്ചു. സോ ഫുഡ് കഴിച്ച് അവിടെ എത്തിട്ട് കാണാം. ഓ ബൈ മൈസൂർ. അളിയാ മൈസൂറിനൊരു ബൈയോട്. മൈസൂറിനെ കുറിച്ച് 2 വാക്ക്. മൈസൂർ കൊള്ളാം. മൈസൂർ കൊള്ളാം പിന്നെ അല്ലേ. മൈസൂർ സൂപ്പർ. മൈസൂർ സൂപ്പർ. അങ്ങനെ മൈസൂരിന് ബൈയും പറഞ്ഞ് നമ്മൾ നേരെ പോകാൻ പോകുന്നത് കൂർഗിലോട്ടാണ്. കൂർഗിൽ നമുക്ക് ഇന്ന് ഗോൾഡൻ ടെമ്പിളും ഹരാങ്കി ഡാമും കൂടി കാണാം. ഗൈസ് അപ്പോൾ നമ്മൾ കൂർഗെത്തി. കൂർഗിൽ എവിടെ നേട്ടാ ഗോൾഡൻ ടെമ്പിൾ. അല്ലയാ നീ ഇവിടെ വന്നിട്ടുണ്ടോ? സാർ റോഡ് ക്ലിയർ ആക്കുന്നു. ഓക്കെ സാർ, താങ്ക് യു. ഞാൻ ഇവിടെ ഒരു ഇതിനു മുമ്പ് ഒരിക്കൽ വന്നിട്ടുണ്ട്. നൈസാണ്, ഭയങ്കര പീസ് ആയിട്ടുള്ള സമയമാണ്. നമ്മള് കൂടുതൽ ശബ്ദം എടുക്കാൻ പറ്റില്ല. ഗോൾഡ് കിട്ടും. സംഭവം ഇവിടെ തിരക്ക് ഇത്തിരി കൂടുതലാണെങ്കിലും ഭയങ്കര പീസ്ഫുൾ ആണ് സ്ഥലം. ഉരുണ്ടയാ എന്തുണ്ടോ അവിടെ? എന്തുണ്ട്? അതെന്തുണ്ടാ? നാക്കാം. ഇതാണാ ചെറുക്കം നോക്കിക്കണ്ടത്. എന്തോ ഉണ്ട്. കച്ചിയുടെ അതിന്റെ അകത്ത് ഈ മൃഗത്തിന്റെ ഉണ്ട വായിലാണ്. ഉണ്ടായിട്ടുള്ള മലപ്പുറത്തിന് ശേഷം നമ്മൾ നേരെ പാലസിന്റെ അകത്ത് കയറി. പാലസിൽ ഇത്തിരി തിരക്ക് കൂടുതലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ശബ്ദമൊന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഈ തിരക്കിൽ നമ്മളെ സംശയം എന്തുകൊണ്ടാണ് 3 ബുദ്ധന്മാരുടെ പ്രതിമ അവിടെ വെച്ചിരിക്കുന്നതായിരുന്നു. സാധാരണ ബുദ്ധൻ എന്ന് പറയുന്ന ഒരാളല്ലേ. പ്രകൃതി രമണീയമായ കുറെ സ്ഥലങ്ങളുണ്ട്. പക്ഷേ നമുക്കൊന്ന് മൂത്രം ഒഴിക്കണം. പ്രകൃതി രമണീയമല്ലേ പിന്നെന്താ. പച്ചപ്പായിട്ടുള്ള എല്ലാത്തിനും അങ്ങനെ പറയൂലേ? അല്ല, നാച്ചുറലി ഉണ്ടായത് മാത്രമേ പറയുള്ളൂ. അയ്യോ അളിയാ, ഇന്ദിര കളിയാ പറയുന്നു. ഗൈസ് നമ്മളെ കൂട്ടത്തെ 2 ചെറുക്കന്മാരെ കിട്ടിയിട്ടുണ്ട്. 2 കുറെ ഒന്നാണ്. ഇവിടെ ഞാൻ പക്ഷെ വന്ന സമയത്ത് മറ്റേ ഇവരുടെ ഒരു ആചാരത്തിൽ ഇങ്ങനെ കറക്കണ സംഭവം ഉണ്ടല്ലോ, കറക്റ്റ് ശബ്ദം ഉണ്ടാക്കണം പ്രാർത്ഥിക്കുമ്പോൾ അത് വിഷയം നേരെ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത്. ആ സംഭവം കണ്ടിരുന്നത്. പക്ഷെ അത് ഇവിടെ ഈ ഭാഗത്ത് എന്തോ ആണെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അവിടെ കാണാനല്ലേ ഇപ്പം അങ്ങോട്ട് എൻട്രി ഇല്ലേ എന്തോ, അതിനെ പറ്റി അറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ എൻട്രി ഉണ്ടാവില്ല അവിടെ. അത് മാത്രമേ കാണാത്തുള്ളൂ ഇവിടെ. ബാക്കിയൊക്കെ ഏകദേശം കണ്ടു. ഈ ഭാഗത്ത് എന്തോ ആയിരുന്നു അളിയാ? ടോയ്ലറ്റ് ഇല്ല, അന്ന് കണ്ട സ്ഥലം. ടോയ്ലറ്റിൽ പോയിട്ട് വരാം. ഓക്കെ ഗൈസ്, അത് കണ്ട അതാണ് ഞാൻ പറഞ്ഞ കുറച്ച് നേരത്തെ പറഞ്ഞു അവിടെ കറക്കുമ്പോ വരുന്നത്. തേൻകൂടാ എവിടെ? അത് തേൻകൂട ഒന്നുമല്ല തന്നെ. ഓക്കെ എന്തായാലും. പക്ഷെ അങ്ങോട്ട് ആൾക്കാർ കൂടുതലില്ല എന്നാണ് തോന്നുന്നത്. ബുദ്ധന്മാർ മാത്രമേ ഉള്ളൂ, ഇവിടുത്തെ സ്റ്റുഡൻസ് മാത്രമേ ഉള്ളൂ. ബാക്കി ടൂറിസ്റ്റ് ആരും അങ്ങോട്ട് പോകണില്ല. സോ ചിലപ്പം നിർത്തി കാണാം, പ്രവേശനം നിർത്തി കാണാം. ഇതും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇവിടുത്തെ പരിപാടി നിർത്താം. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ. ഓക്കെ ഗൈസ്, ഇപ്പോൾ നമ്മളുള്ളത് കൂർഗിലെ ഒരു ഡാമിലാണ്. കറക്റ്റ് പേര് പറഞ്ഞാൽ എനിക്കറിയാം. ശബ്ദമൊന്നുമില്ല, ടയേർഡായിപ്പോയി. നല്ല നീണ്ട യാത്രയായിരുന്നു.
ബോറിംഗ് ആണെന്ന് അറിയാം, പക്ഷെ സോറി ഗൈസ്, എന്തായാലും ഡോക്യുമെന്റ് ചെയ്യല്ലേ, ഇതും കൂടി എടുക്കാന്ന് വിചാരിച്ചു. ഗൈസ്, നമ്മളങ്ങനെ ഹറാങ്കി ഡാമിലേക്ക് വന്നിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇന്ന് ഇതുവരെ ഇച്ചിരി ദൂരം ഉണ്ടായിരുന്നു, സോ അതുകൊണ്ട് നമ്മൾ ഭയങ്കര ടയേർഡായി പോയി. ഗൈസ്, എല്ലാ ഡാമിലുള്ള പോലെ തന്നെ അതേ വ്യൂ. പിന്നെ ഇടയ്ക്ക് കുറച്ച് നല്ല ചെടികൾ വെച്ചിട്ടുണ്ട്, ഫോട്ടോ എടുക്കാൻ കൊള്ളാം. പിന്നെ വെള്ളമില്ല ഡാമില്, വെള്ളം പറ്റി. മേളില് വ്യൂ നല്ല കൊള്ളാമെങ്കിൽ പറഞ്ഞോ. ഇതല്ല ഡാം, അതാണ് ഡാം. അതിനകത്ത് വെള്ളം ആ ഷട്ട് ഓപ്പൺ പോണം. എല്ലാ പെണ്ണുങ്ങളും മണ്ടത്തിലുണ്ടോ അത് കേട്ടാ മണ്ടത്തിലും അതിൻ്റെ അകത്താണ് വെള്ളം ഇരുന്നത്. വെള്ളം നടത്തിട്ട് ഷട്ട് ഓപ്പുമ്പോൾ വെള്ളം നിറയുമ്പോൾ ഷട്ട് ഓപ്പും വെള്ളം. എന്റെ ഭാഗത്താണ് മിസ്റ്റേക്ക്, വെള്ളം അവിടെയാണ്. ഞാൻ മണ്ടനായിപ്പോയി, സോറി, ക്ഷമിക്കൂ. ഓക്കെ, അതോടു. ചെറുതായിട്ട് തുറന്നു വിടണുണ്ട്, കാണാൻ പറ്റുമെന്തോ. കാണാൻ പറ്റില്ല, അടുത്ത് പോയിട്ട് ഞാൻ സൂം ചെയ്യാൻ വയ്യ. ക്വാളിറ്റി മേലോട്ട് വിടൂലേ? മേലോട്ട് വിടൂലേ? അല്ലയാ, പിന്നെ നീ എന്തിന്റെ അടിസ്ഥാനത്തിൽ കളിയാ അവിടെ വെള്ളം ഉണ്ടെന്ന് പറഞ്ഞു? അവിടെ കാണാൻ പറ്റില്ല. ഡാമടാ, എന്റെ മണ്ടിയിലെ വെള്ളമുള്ളൂ. നമുക്ക് ഇതല്ലേ കാണാൻ പറ്റുള്ളൂ. വേറെ കയറാൻ പറ്റും. ഈ ഭാഗമല്ല, ആ ഡാമിന്റെ മണ്ടയാണ് കാണാൻ. மேல இருந்தா கீழே பார்க்கணும், இவங்க கீழே இருந்து மேல பார்ப்பாங்க. മേളില് കാണാൻ പറ്റുന്നത് തോന്നുന്നില്ല. മേളില് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ലല്ലോ. മഞ്ഞമ്മൽ പോയി നമ്മൾ ചാർന്നു ഡാമുക്കുള്ള തൂക്കി പോട്ട് ഞങ്ങൾ കേറാൻ എന്തെങ്കിലും വഴി ഉണ്ടെങ്കിൽ നോക്കി പറഞ്ഞുതരാം. തോന്നില്ല, പറ്റുമെന്ന് തോന്നില്ല. ഇതേപോലെ കവിതാക്കൾക്ക് വന്നിരിക്കാൻ പറ്റിയ കുറച്ച് സ്പോട്ടുകളുണ്ട്. അതുപോലെ കർണാടകയിൽ എങ്ങനെയാണ് സ്കീമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വന്നിരിക്കുന്നതൊക്കെ ഓരോ ഈ ശബ്ദം കേൾക്കുന്നത് നമ്മുടെ കൂട്ടത്തിലെ ഒരു NCC കേഡത്തിന്റെ രോദനമാണ്. ഞാൻ കൂടുതൽ പൈസ നീട്ടിപ്പിക്കുന്നില്ല. ഓക്കെ, ശരി. ഇന്ന് ഇതിൽ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഇനി അടുത്ത ഫുഡ് കഴിക്കുന്നതായിരിക്കും. ബാംബു ഫോറസ്റ്റ് എന്താ പറഞ്ഞത്? ബാംബു ഫോറസ്റ്റ് എന്നാണ് പറഞ്ഞത്. അത് കാണാൻ വല്ലതുണ്ടെങ്കിൽ കാണിച്ചു തരാം, അല്ലെങ്കിൽ എടുക്കില്ല. ഓക്കെ, ബൈ.